എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. സോ ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. എന്നെ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഹായ്, വെൽക്കം ടു മൈ യൂട്യൂബ് ഫാമിലി. ടൈറ്റിലിൽ നിങ്ങൾ കണ്ടതുപോലെ തന്നെ അലോവേര ജെൽ എങ്ങനെയൊക്കെ നമുക്ക് വളരെ എഫക്റ്റീവായിട്ട് നമ്മുടെ സ്കിൻ കെയറിൽ ഉൾപ്പെടുത്താം, അതുകൊണ്ട് നമുക്ക് എങ്ങനെയൊക്കെ മാക്സിമം നമ്മുടെ സ്കിന്നിലുള്ള പ്രോബ്ലംസ് ഒക്കെ മാറ്റി അടിപൊളി ഫ്ലോലെസ് ആയിട്ടുള്ള സ്കിന്ന് കൊണ്ടുവരാനായിട്ട് പറ്റും. സോ ആദ്യം തന്നെ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ധാത്രിയുടെ അലോവേര ജെല്ലാണ്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. നാച്ചുറൽ അലോവേര ജെല്ലുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ അലോവേര ജെല്ല് എടുത്തിട്ടുണ്ട്. സോ ഫസ്റ്റ് യൂസ് എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്ക് പിമ്പിൾസ് മാറ്റാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ്. നമുക്ക് ആസ് എ മോയ്സ്ചറൈസർ യൂസ് ചെയ്യാനായിട്ട് പറ്റും. നല്ല ഒരു ബേസ് ക്രീം വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ ബോഡിയിൽ ഫേസിലൊക്കെ യൂസ് ചെയ്യാനായിട്ട് പല ക്രീംസും ചെയ്തെടുക്കാനും പറ്റും അലോവേര ജെല്ലിൻ്റെ ബേസ് വെച്ചിട്ട്. സോ ഫസ്റ്റ് നമുക്ക് എങ്ങനെയാണ് ഇത് വെച്ചിട്ട് മുഖക്കുരു മാറ്റുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മളിത് മുഖക്കുരുള്ള ഭാഗത്തോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ആ ഒരു സ്പോട്ടിൽ മാത്രം അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. കംപ്ലീറ്റ് ഫേസിൽ സ്പോട്ട് ട്രീറ്റ്മെൻറ്റ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. കംപ്ലീറ്റ് ഫേസിൽ അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ മുഖക്കുരുവിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ സോ രാത്രി കിടക്കുന്നതിന് മുന്നേ ആയിട്ട് എവിടെയാണോ മുഖക്കുരു ഉള്ളത് അവിടെ ഒരു ഡ്രോപ്പ് മാത്രം എടുത്ത് ഒന്ന് അപ്ലൈ ചെയ്യാം. രാത്രി വേണം വെച്ച് കൊടുക്കാനായിട്ട്. ഇത് നിങ്ങൾക്ക് നാച്ചുറൽ അലോവേര ജെല്ല് വെച്ചിട്ടും ചെയ്യാം. കുറച്ച് കട്ടിക്ക് വേണം അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട്. എന്നിട്ട് രാത്രി അങ്ങനെ തന്നെ വിടുക. രാവിലെ ആകുമ്പോൾ നിങ്ങളുടെ മുഖക്കുരു പോയിട്ടുണ്ടാവും. സെക്കൻഡ് ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിനോടൊപ്പം മിക്സ് ചെയ്തിട്ട് അലോവേര ജെൽ യൂസ് ചെയ്യാം. ഇതെന്തിനാണ് സഹായിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിന് ഒരു ബേസ് തരാനും അതുപോലെ മേക്കപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് മുന്നേ ആയിട്ട് നമുക്കൊരു നല്ല ബേസ് വേണം എന്നുണ്ടെങ്കിൽ അപ്പോൾ യൂസ് ചെയ്യാം. മേക്കപ്പ് ലോങ് ലാസ്റ്റ് ചെയ്യാനായിട്ട് മോയ്സ്ചറൈസറിനൊപ്പം ഇതുപോലെ സൺസ്ക്രീനൊപ്പം ഒക്കെ നമ്മൾ അലോവേര ജെല്ല് മിക്സ് ചെയ്ത് യൂസ് ചെയ്യുന്നത് നല്ലതാണ്. ഇനി ഇതൊന്നും നിങ്ങൾ ചെയ്യുന്നില്ല, അകെ കൂടെ പൗഡർ മാത്രമാണ്, കോമ്പാക്ട് പൗഡർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പൗഡർ മാത്രമാണ് ഇടുന്നതെങ്കിൽ പോലും നല്ല ഒരു ബേസ് തരാനായിട്ട് ഈ ഒരു ട്രിക്ക് നന്നായിട്ട് വർക്കാവും. ഈ ഒരു മോയ്സ്ചറൈസറിന് പകരമായിട്ട് നിങ്ങൾക്ക് ബേബി ക്രീം ഓൾസോ യൂസ് ചെയ്യാം. ഭയങ്കര നല്ലതാണ്. നമ്മൾ യൂസ് ചെയ്യുമ്പോഴാണ് നമുക്കതിൻ്റെ ബെനിഫിറ്റ് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റുന്നത്. സോ ആ ഒരു ബെനിഫിറ്റ് അറിയുമ്പോഴാണ് നമുക്ക് വീണ്ടും വീണ്ടും യൂസ് ചെയ്യാനും തോന്നുള്ളൂ. ഇപ്പോൾ എനിക്ക് പറഞ്ഞു തരാനായിട്ട് പരിമിതികളുണ്ട്. വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത കാര്യം കംപ്ലീറ്റ്ലി എനിക്ക് നിങ്ങൾക്ക് എക്സ്പ്രസ് ചെയ്ത് തരാനായിട്ട് പറ്റുന്നില്ല. അതാണ് നന്നായിട്ട് നമ്മുടെ സ്കിന്നിനെ മോയ്സ്ചറൈസ് ചെയ്യും. എക്സ്ട്രാ ഹൈഡ്രേഷനും ഒരു സൂത്തനിങ് എഫക്റ്റൊക്കെ തരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇത് നിങ്ങൾക്ക് എപ്പോഴും ചെയ്യണം എന്നില്ല. ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒരു സൂത്തനിങ് എഫക്റ്റ് നിങ്ങൾക്ക് വേണമെന്ന് തോന്നുന്ന സമയത്ത് മാത്രം ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. ഇതുവരെയും ചെയ്തിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു തവണ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നന്നായിട്ട് നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലാവും. എപ്പോഴൊക്കെയാണ് ഇത് യൂസ് ചെയ്യേണ്ടത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. സോ നമ്മുടെ സ്കിന്നിൽ മുഴുവനായിട്ടും ഇതൊന്ന് ഈവനായിട്ട് സ്പ്രെഡ് ചെയ്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. മുഖക്കുരു വരുന്ന സ്കിന്നാണെങ്കിൽ നമ്മൾ അതിന് സ്പെസിഫിക് ആയിട്ടുള്ള മോയ്സ്ചറൈസേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അതിൽ മോസ്റ്റ്ലി കണ്ടുവരുന്ന ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല ഹൈഡ്രേഷൻ ഉണ്ടാവത്തില്ല. നമ്മൾ വെറുതെ ഒരു ജെൽ അപ്ലൈ ചെയ്ത മാതിരി ഉണ്ടാവുള്ളൂ. ഗുണങ്ങൾ ഉണ്ടാവും, പക്ഷേ നമുക്കൊരു ഹൈഡ്രേഷൻ കിട്ടാത്ത പോലെ തോന്നും. അങ്ങനെ ഒരു പ്രോബ്ലം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ട്രിക്ക് ട്രൈ ചെയ്ത് നോക്കാം. നല്ല രീതിയിൽ ഹൈഡ്രേഷൻ നമ്മുടെ സ്കിന്നിന് തരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. മോയ്സ്ചറൈസർ യൂസ് ചെയ്ത് കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മുടെ ആ ഒരു ഹൈഡ്രേഷൻ പോകുന്നതായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അലോവേര ജെല്ലും കൂടെ മിക്സ് ചെയ്ത് യൂസ് ചെയ്താൽ ഇത് വളരെയധികം ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും. അപ്പോൾ നമുക്ക് വൈകുന്നേരം വരെയൊക്കെ ഇത് തന്നെ മതിയാവും. വേറെ ഒന്നും നിങ്ങൾ ഇടയ്ക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ട കാര്യം ഉണ്ടാവത്തില്ല. സോ നല്ല അടിപൊളി ഒരു ഫ്ലോലെസ് സ്കിൻ വേണമെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നന്നായിട്ട് വർക്കാവുന്നതാണ്. ഒപ്പം തന്നെ നമുക്ക് സ്കിന്നിന് നല്ല ഹൈഡ്രേഷനും തരുന്നുണ്ട്, ഒരു ഗ്ലോയും തരുന്നുണ്ട്. പെട്ടെന്നൊരു ഗ്ലാസ് സ്കിൻ എഫക്റ്റ് തരുന്നത് പോലെയൊക്കെ തോന്നിയിട്ടുണ്ട്. സ്കിൻ വൈറ്റനിങ്ങിനും അതുപോലെ നല്ല തിളക്കം തോന്നിക്കാനും നല്ലതാണ്. പിന്നെ നമുക്കിനി മൂന്നാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം. അത് എല്ലാവർക്കും അറിയുന്ന സംഭവം തന്നെയാണ്. നമ്മൾ അലോവേര ജെല്ല് എടുത്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ബെയർ ഫേസിൽ വേണം അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട്. സ്കിൻ കെയർ ഒക്കെ ചെയ്തതിന് ശേഷം മേക്കപ്പ് ഒന്നും ഇല്ലാത്ത സ്കിന്നിൽ വേണം അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട്. അങ്ങനെ നമ്മൾ മേക്കപ്പിന് തൊട്ട് മുന്നേ ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ അത് നമുക്കൊരു നല്ല പ്രൈമറായിട്ട് ആക്ട് ചെയ്യും. സോ ഏറ്റവും അടിപൊളിയായിട്ട് എനിക്ക് ഇതുവരെയും യൂസ് ചെയ്തതിൽ ഏറ്റവും അടിപൊളി ഒരു പ്രൈമറായിട്ട് തോന്നിയത് അലോവേര ജെല്ലാണ്. അതുമാത്രമല്ല ഇത് ഭയങ്കര അഫോർഡബിൾ ആണ്. സോ നമുക്ക് നല്ല രീതിയിലൊരു പ്രൈമർ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ബിഗിനേഴ്സിനൊക്കെ അതുപോലെ ടീനേജേഴ്സിനൊക്കെ പറ്റിയൊരു പ്രൈമറാണ് അലോവേര ജെൽ. ഇപ്പം ഞാൻ കാണിക്കുന്നത് ധാത്രിയുടെ അലോവേര ജെല്ലാണെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഏതൊരു അലോവേര ജെല്ലും യൂസ് ചെയ്യാം. ഓൺലൈനിലൊക്കെ കുറേ കൈൻഡ് ഓഫ് വെറൈറ്റി ഓഫ് അലോവേര ജെൽ അവൈലബിൾ ആണ്. സോ ഫേസിന് പറ്റിയത് നോക്കിയിട്ട് മേടിക്കുക. ഞാൻ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് ഞാൻ ലിങ്ക് ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും, നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഇതിന് ശേഷം നമുക്ക് മേക്കപ്പ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. കൺസീലർ ആണെങ്കിൽ അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഫൗണ്ടേഷൻ തന്നെ ഡയറക്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മേക്കപ്പ് തരും.
നമ്മളിപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ മേക്കപ്പ് ഒലിച്ചു പോകുന്നതായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ മേക്കപ്പ് സ്പ്രെഡ് ആകാത്ത ഒരു ഡ്രൈനെസ് ഉണ്ടെങ്കിൽ മേക്കപ്പ് സ്പ്രെഡ് ആവത്തില്ല, സ്മൂത്തായിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റില്ല. ആ ഒരു പ്രോബ്ലമൊക്കെ മാറ്റിയിട്ട് നല്ല സ്മൂത്തായിട്ട് മേക്കപ്പ് ഗ്ലൈഡ് ആവാനും അതുപോലെ നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും കൂടുതൽ സമയത്ത് മേക്കപ്പ് ലോങ് ലാസ്റ്റ് ചെയ്യാനും നമുക്ക് സാധിക്കും. മേക്കപ്പ് ചെയ്തിട്ടുള്ളവർക്കാണെങ്കിൽ അറിയാം, നമ്മൾ ഒരു ഉച്ചയൊക്കെ ആകുമ്പോൾ മേക്കപ്പ് അവിടെയായിട്ട് ഓരോ കളറായിട്ടുണ്ടാവും, അത് ഭയങ്കര വൃത്തികേടായിരിക്കും. സോ നമുക്ക് ലോങ് ലാസ്റ്റിംഗ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകും. അത് നമുക്ക് മാക്സിമം കൺട്രോൾ ചെയ്യാനായിട്ട് ഇതുപോലെ അലോവേര ജെൽ അപ്ലൈ ചെയ്തിട്ട് പിന്നെ ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നത്, കൺസീലേഴ്സ് യൂസ് ചെയ്യുന്നത് ഭയങ്കര നല്ലതാണ്. നിങ്ങൾക്ക് ഒരു ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള മേക്കപ്പ് വേണം എന്നുണ്ടെങ്കിൽ, കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് അഫോർഡബിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മേക്കപ്പ് ട്യൂട്ടോറിയൽ വേണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക. തീർച്ചയായിട്ടും അപ്കമിങ് വീഡിയോയിൽ അത് ഞാൻ ചെയ്ത് കാണിക്കുന്നതായിരിക്കും. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ് എല്ലാവർക്കും. അതിനിപ്പോൾ സ്പെഷ്യൽ ഒക്കേഷൻസ് ആയാലും നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ നമ്മൾ ഒരുപാട് പുട്ടിയിട്ട് മേക്കപ്പ് ഇട്ടിട്ടുണ്ടെന്ന് തോന്നാത്ത രീതിക്ക് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. കുറച്ച് പൊടിക്കൈകളൊക്കെ കൂടെ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. സോ അലോവേര ജെല്ല് യൂസ് ചെയ്തിട്ട് നമ്മൾ ബേസ് കൊടുത്തു, എന്നിട്ടിപ്പോൾ ഫൗണ്ടേഷനും കൂടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. സോ നല്ലൊരു ഇപ്പോൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്തപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ആ ഒരു മേക്കപ്പിൻ്റെ ഒരു പവർ വന്നത് ഇപ്പോഴാണ്. അതുവരെ ഒരു ബെയർ ഫേസ് ആയിട്ടാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. കണ്ടോ, മേക്കപ്പ് നല്ല ഫ്ലോലെസ് ആയിട്ട് തോന്നിക്കാനും ഹൈഡ്രേറ്റഡ് ആയിട്ട് മേക്കപ്പ് ചെയ്തു എന്ന് പറഞ്ഞ് നമ്മുടെ സ്കിന്ന് കേക്കി ആവത്തില്ല. ആ ഒരു മേക്കപ്പ് എല്ലാം കൂടെ ഒരിടത്ത് പോയി കട്ടയാവുക, ഇങ്ങനത്തെ പ്രോബ്ലമൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അലോവേര ജെൽ ആസ് എ പ്രൈമർ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾക്ക് മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ്, രാവിലെ നമ്മൾ എണീക്കുന്ന സമയത്ത് കണ്ണിൽ പഫിനെസ് ഉണ്ടാവാറുണ്ട്. ഒരു കമൻറ്റ് ഞാൻ ഇടയ്ക്ക് കണ്ടിരുന്നു, അണ്ടർ ഐസിൽ പഫിനെസ് ഉള്ളത് മാറ്റാനായിട്ട് എന്ത് ചെയ്യണമെന്ന്. സോ അലോവേര ജെല്ല് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. മെയിനായിട്ട് നിങ്ങളത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. കണ്ണിൻ്റെ ആ ഒരു ഐലിഡ്സിൻ്റെ അവിടെയായിട്ട് അപ്ലൈ ചെയ്ത് താഴെയായിട്ട് വേണം അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട്. ഈ ഒരു പഫിനെസ് ഒക്കെ പെട്ടെന്ന് മാറാനായിട്ട് ഇങ്ങനെ തണുപ്പിച്ച് അലോവേര ജെല്ല് തണുപ്പിച്ച് യൂസ് ചെയ്യുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ അലോവേര ശരിക്കുള്ള കറ്റാർവാഴയുടെ നീരാണ് നിങ്ങളെടുത്ത് വെക്കുന്നതെങ്കിൽ, പ്യുവറായിട്ടുള്ളത് നാച്ചുറലായിട്ടുള്ളതാണ് എടുത്ത് വെക്കുന്നതെങ്കിൽ ആ ഒരു ഐസ് ക്യൂബ് വെച്ച് നല്ലൊരു മസാജ് കൊടുക്കുക. കണ്ണിന് താഴെയും ഫേസ് മുഴുവനായിട്ടും നിങ്ങൾക്ക് ആ ഒരു മസാജ് കൊടുക്കാം. അണ്ടർ ഐ ഡാർക്ക് സർക്കിൾസ് മാറാനും പഫിനെസ് മാറാനും വളരെയധികം ഹെൽപ്ഫുള്ളാണ്. സോ നമുക്ക് ഓവറോൾ നമ്മുടെ ഫേസ് നല്ല ഫ്ലോലെസ് ആയിരിക്കാനായിട്ട് അലോവേര ജെല്ല് നമുക്ക് യൂസ് ചെയ്യാം. അടുത്ത മെയിനായിട്ടുള്ള ഒരു യൂസ് എന്ന് പറഞ്ഞാൽ, നമുക്ക് അലോവേര ജെല്ല് ഒരു പാക്കായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കാതെ വളരെ സിമ്പിളായിട്ട് കൊച്ചുകുട്ടിയൊക്കെ, അതായത് ഒരു 15 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു പാക്കാക്കി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് അലോവേര ജെല്ല്. ഒരു അര സ്പൂൺ അലോവേര ജെല്ല് എടുക്കുക, ഒപ്പം തന്നെ കുറച്ച് തേനും കൂടെ ചേർത്ത് കൊടുക്കുക. ഇത്രയും മതി. ഇനി നിങ്ങൾക്ക് മുഖക്കുരുവൊക്കെ ഒരുപാട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഡ്രോപ്പ് ടീ ട്രീ ഓയിലും കൂടെ ഇതിൻ്റെ ഒപ്പം ആഡ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ആ ഒരു മുഖക്കുരുവിൻ്റെ പ്രോബ്ലം മാറ്റാനായിട്ട് സഹായിക്കും. സോ അലോവേര ജെല്ലും തേനും കൂടെ മിക്സ് ചെയ്തിട്ട് ഇതൊരു പാക്കായിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാം. രാത്രി അപ്ലൈ ചെയ്യുന്നതാണ് നല്ലത്. പകൽ വേണമെങ്കിലും അപ്ലൈ ചെയ്യാം, പക്ഷേ ഏറ്റവും ബെറ്റർ രാത്രി യൂസ് ചെയ്യുന്നതാണ്. സ്കിൻ കെയർ ചെയ്യുന്ന സമയത്ത് ഈ ഒരു പാക്കും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളൊരു 15 മിനിറ്റ് അല്ലെങ്കിൽ 10 മുതൽ 15 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്കിത് സാധാരണ വെള്ളത്തിൽ വാഷ് ചെയ്യാം. എന്നിട്ട് നോർമലി നമ്മൾ മോയ്സ്ചറൈസ് ചെയ്തിട്ട് കിടക്കുക. ഇനി വേറെ ഏതെങ്കിലും സ്കിൻ കെയർ ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ അതും ഹോസ്റ്റലേഴ്സിനൊക്കെ പറ്റിയ അടിപൊളി ഒരു പാക്കാണ്. നമുക്ക് തൈര്, കടലമാവ് ഇങ്ങനത്തെ പാക്കൊന്നും എപ്പോഴും യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല ഹോസ്റ്റലേഴ്സിന്. സോ നിങ്ങൾക്ക് ഈ ഒരു പാക്ക് സിമ്പിളായിട്ട് യൂസ് ചെയ്യാം, ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന പാക്കാണ്. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സൂപ്പർ വർക്കിംഗ് ആയിട്ടുള്ള ഹാക്സ് ആണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യാനായിട്ട് മറക്കണ്ട. നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഉടനെ കാണാം. എന്തെങ്കിലും റെക്കമെൻഡേഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടാനായിട്ട് മടിക്കണ്ട. ബൈ.